കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം. ഇന്ന് നാം സംക്ഷിപ്തമായിട്ട് റോമാലേഖനം 9-ാം അധ്യായമാണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദ്യം ഉന്നയിച്ചിട്ടുള്ളതും ആൾക്കാർക്ക് ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുള്ള ഒരു അധ്യായമാണ് റോമാലേഖനം 9-ാം അധ്യായം. അപ്പോൾ ആ അധ്യായത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പ്രത്യേകമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് വളരെ മനോഹരമായി ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി വീഡിയോസും ക്ലാസ്സുകളും ഒക്കെ അവൈലബിൾ ആണ് യൂട്യൂബിൽ. അപ്പം അതിൻ്റെ മുകളിൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് ഒരു പുതിയ ഇൻ്റർപ്രിട്ടേഷൻ്റെ ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് അതിൻ്റെ അകത്തുണ്ട്. പല നിലയിലുള്ള ധാരണകൾ ആ ഇൻ്റർപ്രിട്ടേഷൻസ് ആ അധ്യായത്തെക്കുറിച്ചുണ്ട്. ആ ഓൾ ചാപ്റ്ററാണ് വ്യാഖ്യാനത്തിൽ വരുന്നത്. അപ്പം പൊതുവായിട്ട് അംഗീകരിക്കപ്പെടാവുന്ന ഒരു വ്യാഖ്യാനം നമ്മളിപ്പോൾ റോമാലേഖനം 9-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മുടെ സംശയത്തിൻ്റെ മുൻമുലയിൽ നിർത്തുന്ന വാക്യമാണ് 10 മുതലുള്ള വാക്യം. അത്രയുമല്ല, റിബേക്കയെ നമ്മുടെ പിതാവായ ഇസഹാക്ക് എന്ന ഏകനാൽ ഗർഭം ധരിച്ചു. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പ് തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവൃത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം വരേണ്ടതിന് മൂത്തന് ഇളയനെ സേവിക്കുമെന്ന് അവളോട് അരുളി ചെയ്തു. ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ ദേഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ നാം എന്ത് പറയണ്ടു? ദൈവത്തിന്റെ പക്കൽ അനീതിയുണ്ടോ? ഒരു നാളുമില്ല. ഇത് ഒരാശയക്കുഴപ്പമാണ്. ദൈവം തൻ്റെ ഇഷ്ടത്തിൽ ഒരാളെ വെറുത്തു, മറ്റൊരാളെ സ്നേഹിച്ചു. അവർ ഗുണമാകട്ടെ ദോഷമാകട്ടെ ചെയ്യുന്നതിന് മുമ്പ്. അപ്പോൾ ഏശാവ് എന്ത് പിഴച്ചു? അപ്പോൾ ഇവിടെ ഏശാവിനെ ദ്വേഷിച്ചു, യാക്കോബിനെ സ്നേഹിച്ചു. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നല്ലൊരു വ്യാഖ്യാനമായി ആൾക്കാർ കാണുന്നത് ഇത് വ്യക്തിപരമായ തെരഞ്ഞെടുപ്പല്ല, രക്ഷയല്ല. രാഷ്ട്രത്തിൻ്റെ, ഇസ്രായേൽ എന്ന് പറയുന്ന ആ നേഷനെ, ആ ജാതിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി യാക്കോബിനെ തിരഞ്ഞെടുത്തു എന്നുള്ളേ ഉള്ളൂ. അത് പേഴ്സണൽ സാൽവേഷനോ നിത്യതയോ ആയിട്ട് ബന്ധപ്പെട്ടതല്ല എന്നതാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഒരു വ്യാഖ്യാനം. കാരണം ഇത് മനുഷ്യൻ്റെ ഒരു കാരണവും നോക്കിയല്ല, തൻ്റെ ഇഷ്ടത്തിലാണ് അവനത് ചെയ്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ പക്കൽ അനീതിയുണ്ടോ? 15-ാം വാക്യം. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും. അപ്പം ഇതിനെക്കുറിച്ചുള്ള ഒരു പൊതുവാക്യാനം, ഇറ്റ്സ് നോട്ട് പേഴ്സണൽ, പിന്നെ ഇത് നാഷണൽ. അതിനെക്കുറിച്ചുള്ളൊരു വ്യാഖ്യാനമാണ്. വ്യക്തിപരമല്ല, അത് ജാതിപരമാണ്. ദൈവം തൻ്റെ പരമാധികാരത്തിൽ ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു, ആ ജാതിയെ തിരഞ്ഞെടുത്തു. അത് വ്യക്തിപരമായ രക്ഷയായിട്ടോ നിത്യതയായിട്ടോ ബന്ധപ്പെട്ടതല്ല. തൻ്റെ ചില പ്രത്യേക പദ്ധതികൾക്കായിട്ട് ദൈവം തൻ്റെ പരമാധികാരത്തിൽ ആൾക്കാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്, തൻ്റെ സർവീസിനായിട്ട്. അപ്പം ഇറ്റ്സ് നോട്ട് ഫോർ സാൽവേഷൻ ബട്ട് ഫോർ സർവീസ്. അവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ ഇളയവൻ മൂത്തവൻ ഇളയവനെ സേവിക്കും. സേർവിങ് പർപ്പസിനാണ്, അല്ലാതെ സാൽവേഷൻ പർപ്പസിനല്ല യാക്കോബിനെ ഏശാവിനെ തെരഞ്ഞെടുത്ത് ദേഷിച്ചു എന്ന് പറയുന്നു. അപ്പം ദൈവം സൃഷ്ടിതാവും ദൈവത്തിന് സൃഷ്ടിയുടെ മേൽ പരമാധികാരം ഉള്ളതുകൊണ്ട് തൻ്റെ ചില പ്രത്യേക പദ്ധതികൾക്ക് വേണ്ടി ഒരു ജാതിയെ തെരഞ്ഞെടുത്തു. തൻ്റെ മഹത്വവും തൻ്റെ രക്ഷാപദ്ധതിയും ഈ ഭൂമിയിൽ വെളിപ്പെടുത്തേണ്ടതിന് താൻ തെരഞ്ഞെടുത്ത, തൻ്റെ പരമാധികാരത്തിലെടുത്ത ഒരു ജനമാണ് ഇസ്രായേൽ. ആ കാര്യത്തെ കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഞാൻ ആ കാര്യത്തിൽ ഏശാവിനേക്കാൾ പ്രിഫർ ചെയ്തത് യാക്കോബിനെയാണ്. അപ്പോൾ ദ്വേഷിച്ചു എന്ന് പറയുന്നത് വെറുത്തു എന്ന അർത്ഥത്തിലല്ല, പ്രിഫറൻസ് എന്ന അർത്ഥത്തിലാണ് എന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത്. ഇതെല്ലാം നമുക്ക് പല പഠനങ്ങളിലൂടെ മനസ്സിലാവും. അപ്പം ഇറ്റ്സ് നോട്ട് പേഴ്സണൽ, ഇറ്റ്സ് നാഷണൽ. ഇറ്റ്സ് നോട്ട് ഫോർ സാൽവേഷൻ, ഇറ്റ്സ് ഫോർ സർവീസ്. അത് അവനെ ഡെസ്പേസ് ചെയ്യാനല്ല, അത് പ്രിഫറൻസ് ആയിട്ട്. അതായത് കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ, എന്നേക്കാൾ ഉപരിയായിട്ട് അപ്പനെ അമ്മയെ സ്നേഹിക്കുന്നത് എനിക്ക് കൊള്ളാവുന്നതല്ല, അപ്പനെ അമ്മയെ വെറുക്കുക. അപ്പം
അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും വെറുത്ത്, ഇഫ് യു ഡു നോട്ട് ഹെയ്റ്റ്, അവിടെ ഹെയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ അധികം അവർക്ക് പ്രാധാന്യമില്ല, പ്രിഫറൻസ് ആണ്, അവരെക്കാൾ അധികം നിന്റെ പ്രിഫറൻസ് ഞാനാണ്. ആ പ്രിഫറൻസിനോടുള്ള ബന്ധത്തിലാണ് അവിടെ ഹെയ്റ്റ് എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് ഹൃദയത്തിൽ കാരണം വെറുക്കരുത് എന്ന് പഠിപ്പിച്ച കർത്താവ് ഹെയ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കത്തില്ല. ഓക്കെ, ദൈവം എക്കാലത്തും തൻ്റെ പദ്ധതിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ആൾക്കാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് നിത്യതയായിട്ട് ബന്ധപ്പെട്ടല്ല. കോരശിനെ ദൈവം തിരഞ്ഞെടുത്തു തൻ്റെ ഉദ്ദേശത്തിനുവേണ്ടി. ഇസ്രായേൽ മക്കളുടെ ബാബേൽ പ്രവാസത്തിനുള്ള മടങ്ങി വരവിന് വേണ്ടി കോരശിനെ ദൈവം തിരഞ്ഞെടുത്തു. അപ്പോൾ തൻ്റെ ശക്തിയും തൻ്റെ ബലവും ഒക്കെ കാണിക്കുവാൻ, ഇപ്പം നമുക്ക് 3 മക്കളുണ്ടെങ്കിൽ നമ്മളതിൽ ഒരു മകനെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത ദൗത്യമേൽപ്പിച്ച് അവനെ നിയുക്തമാക്കുന്നത് കൊണ്ട് മറ്റൊരാളെ വെറുക്കുന്നുവെന്നല്ല അർത്ഥം. ആ വീടിൻ്റെ ഉത്തരവാദിത്വമുള്ള ഗൃഹനാഥൻ എന്ന നിലയിൽ താൻ തൻ്റെ ഇഷ്ടത്തിൽ തൻ്റെ മക്കളിൽ ഒരാളെ തൻ്റെ പദ്ധതിക്കായിട്ട് തിരഞ്ഞെടുത്തു. അപ്പം അത് വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമല്ല, കുടുംബത്തിൻ്റെ കോമൺ പർപ്പസിനോടുള്ള ബന്ധത്തിലാണ്. എന്നതുപോലെയാണ് ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. തൻ്റെ പുത്രൻ, തൻ്റെ രക്ഷാപദ്ധതി ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുവാൻ താൻ തൻ്റെ ഹിതത്തിൽ അബ്രഹാമിനെ തിരഞ്ഞെടുക്കുക. അബ്രഹാമിൻ്റെ തിരഞ്ഞെടുപ്പും രക്ഷാപദ്ധതി അല്ല. അബ്രഹാമിനെ ദൈവം ഊരിൽ നിന്ന് വിളിച്ചത് വ്യക്തിപരമായ രക്ഷയുമായിട്ട് ബന്ധപ്പെട്ടല്ല. കാരണം അബ്രഹാം ആഗ്രഹിച്ചോ ഒന്നുമല്ല, അബ്രഹാമിനെ പോയി വിളിച്ചതാണ്. എന്നാൽ ആ യാത്രയിൽ അബ്രഹാം വിശ്വസിച്ച് നീതീകരണം പ്രാപിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം, തൻ്റെ പരമാധികാരത്തിൽ തൻ്റെ ഉദ്ദേശം നിറവേറുവാൻ ഒരു നേഷനെ, ഒരു ജാതിയെ കർത്താവ് തിരഞ്ഞെടുത്തു. എന്നാൽ ഇനി നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത്, അങ്ങനെ ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തു, അവർക്ക് പല പ്രിവിലേജസ് ഉണ്ട്. നമ്മൾ മോളിൽ വായിക്കുന്നുണ്ട്. അപ്പം ഇസ്രായേൽ എന്ന് പറയുമ്പോൾ നമ്മുടെ വിചാരം ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട കൂട്ട ജനമാണ്. അല്ല, ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു ജാതിയാണ്, ഒരു നേഷനാണ്. അവരെല്ലാവരും രക്ഷിക്കപ്പെട്ടൊന്നുമല്ല. നമ്മൾ വിചാരിക്കരുത് സഭ, ദൈവസഭ എന്നതിന് ഈക്വലാണ് ഇസ്രായേൽ. അല്ല, ഇസ്രായേൽ എന്നത് ഒരു സഭയല്ല, ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു നേഷനാണ്. അല്ല, തെരഞ്ഞെടുക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട ഒരു ജനമല്ല. അവർക്ക് പ്രിവിലേജസ് ഉണ്ട്. ഇങ്ങനെയാണ് വായിക്കുന്നത്, അവർ ഇസ്രായേല്യർ, 4-ാം വാക്യം, പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തു അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്, അവർ സർവ്വത്തിനും മീതെ ദൈവവുമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. അപ്പോൾ ആ നേഷനെ ദൈവം തെരഞ്ഞെടുത്തതിലൂടെ അവർക്ക് ദൈവം ചില പ്രിവിലേജ് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഇസ്രയേല്യനായി ജനിച്ചവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാകുന്നില്ല. അത് പറയുന്നുണ്ട് അതിൻ്റെ അടുത്ത വാക്യം, ദൈവവചനം വൃഥാവായി പോയോ എന്നല്ല, ഇസ്രയേലിൽ നിന്ന് ഉത്ഭവിച്ചവരല്ല ഇസ്രയേല്യരെന്നും അബ്രഹാമിന്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കളെന്ന് വരികയില്ല, ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്നേ ഉള്ളൂ. അപ്പം ഇസഹാക്കിൽ നിന്ന് ജനിച്ചാൽ അബ്രഹാമിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും. പക്ഷേ അവർ ആരല്ല, ദൈവത്തിൻ്റെ മക്കൾ എന്ന് വരികയില്ല. അപ്പം ദൈവത്തിൻ്റെ മക്കളായി എല്ലാവരും ഇസ്രായേല്യരെ കാണാനായിട്ട് കഴിയത്തില്ല. അവർക്ക് അബ്രഹാമിൻ്റെ സന്തതിയാണ്, ജഡപ്രകാരമുള്ള മക്കളാണ്. പക്ഷെ ദൈവത്തിൻ്റെ വാഗ്ദത്ത സന്തതി ആരാ? അത് ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിച്ച ഇസ്രായേലിലുള്ള മക്കൾ മാത്രമാണ്. അപ്പോൾ പലപ്പോഴും ഈ നേഷൻ എന്ന നിലയിൽ നാം ഇസ്രായേലിനെ കാണേണ്ടതിന് പകരം ആ ജനം മുഴുവനും ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ നമ്മൾ കാണുമ്പോഴാണ് നമുക്ക് പ്രശ്നം. അപ്പം ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിൻ്റെ മക്കൾ. 8-ാമത്തെ വാക്യം, വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളത്രേ സന്തതി എന്നെണ്ണുന്നു. എന്താണ് വാഗ്ദത്തം? വിശ്വാസത്താൽ നീതീകരിക്കപ്പെടും. വിശ്വസിക്കുന്നവരാണ് നീതീകരിക്കപ്പെടുന്നത്. അപ്പം ഇസ്രായേലിൽ വിശ്വസിക്കുന്നവർ നീതീകരിക്കപ്പെടും, അവർക്ക് വ്യക്തിപരമായ രക്ഷയുണ്ട്. അപ്പം ഇസഹാക്കിനെ ഞാൻ സ്നേഹിച്ചു, യാക്കോബിനെ ഞാൻ വെറുത്തു എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം പേഴ്സണൽ സാൽവേഷൻ അല്ല എന്ന് പറയാനുള്ള ഒരു കാരണം, ഇസ്രായേലിൽ തന്നെ എല്ലാവരും രക്ഷിക്കപ്പെടുന്നില്ല ബൈ ഡിഫോൾട്ട്. അവൻ ഇസ്രായേലിനായി അബ്രഹാമിന്റെ മകനായി ജനിച്ചാൽ അവൻ സ്വർഗം അല്ല. അങ്ങനെയാണെങ്കിൽ യേശുവിനെ ക്രൂശിച്ചവർ യഹൂദന്മാരല്ലേ? ഇസ്രായേൽ മക്കൾ എത്രയോ പ്രാവശ്യം ദൈവത്തോട് റിബൽ ചെയ്ത് ദൈവത്തിന്റെ ന്യായവിധിക്ക് അർഹരായി. ദൈവം ഇസ്രായേലിനെ ശപിക്കുന്നു, ദൈവം ഇസ്രായേലിനെ പല നിലയിൽ ന്യായം വിധിക്കുന്നു.
അപ്പോൾ അവരെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ദൈവമക്കളല്ല. അവരിൽ വിശ്വസിക്കുന്നവർ മാത്രമേ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ തന്നെ ജാതികളായ ആൾക്കാരുണ്ട്. ഏശാവ്, ഏദോമ്യർ എന്ന ഒരു കൂട്ടം ജനമാണ് ഏശാവ്. ഏശാവിൻ്റെ സന്തതി പരമ്പരയാണ് ഏദോമി. ഏശാവിനെ ദേഷിച്ചു എന്ന് പറഞ്ഞാൽ ഏശാവിനെ രക്ഷിക്കപ്പെടാനും മാനസാന്തരപ്പെടാനും കർത്താവിനെ അറിയാനുള്ള അവസരവും അവകാശവും ദൈവം മനഃപൂർവ്വം നിഷേധിച്ചെന്നല്ല, അവൻ്റെ സന്തതി പരമ്പര ഒരു രാജ്യമായി മാറും. അവർ ഒരു രാജ്യമായി മാറുമ്പോൾ ആ ജാതി ഇസ്രായേൽ ജാതിയെ സേവിക്കും. എൻ്റെ പർപ്പസിന് വേണ്ടി എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ സെർവ് ചെയ്യുവാനാണ് ഞാൻ ഏശാവിനെ അവനിലൂടെ ഉത്ഭവിക്കാൻ പോകുന്ന ആ ജാതിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അല്ലാതെ ഏശാവിന് വ്യക്തിപരമായ രക്ഷയോ ആ ഏദോമ്യ ജാതിക്ക് വ്യക്തിപരമായ രക്ഷയോ നിഷേധിച്ചിട്ടില്ല. ആ ജാതി, അപ്പം ഏശാവിൽ നിന്ന് ജനിച്ചു വളർന്ന് വന്ന ആ ജാതിയായി തീർന്ന ഏദോമ്യർ, അവർക്കും വ്യക്തിപരമായ രക്ഷയുണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ. അല്ലാതെ അവരെ മൊത്തം ആ ജാതിയെ മൊത്തം കർത്താവ് നിങ്ങളെ ഞാൻ സീൽ ചെയ്തിരിക്കുന്നു, നിങ്ങൾ രക്ഷിക്കപ്പെടണ്ടെന്ന് പറഞ്ഞ് സീൽ അല്ല. ആ ജാതി ദൈവത്തോട് റിബലാകുന്നുണ്ട്. പക്ഷേ ആ ജാതിയിലും കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവന് രക്ഷയുണ്ട്. അവിടെ പ്രിയമുള്ളവരെ, അബ്രഹാമിന്റെ സന്തതി എന്ന് പറഞ്ഞ് ചില പ്രിവിലേജ് ഉള്ളത് കൊണ്ട് വിശ്വാസത്താലുള്ള നീതീകരണം അവർക്ക് ലഭിക്കുന്നില്ല. അബ്രഹാം വിശ്വസിച്ചു, നീതിയായി. അബ്രഹാമിന്റെ മക്കളിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളായി തീരാൻ കഴിയും. ഏദോമിരിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളായി തീരാം. യെബൂസ്യരിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാം. പക്ഷെ ചില പ്രത്യേക പ്രിവിലേജ് ഇസ്രായേലിന് കൊടുത്തത് തന്റെ രക്ഷാപദ്ധതിയോടുള്ള ബന്ധത്തിലാണ്. നമുക്ക് ഈ ആവർത്തന പുസ്തകം വായിക്കുമ്പോൾ ഈ കാര്യം കുറെ കൂടെ വ്യക്തമാകും. ആവർത്തന പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. ഏദോമിനെ വെറുക്കരുത്. കേട്ടോ, ഏശാവിനെ ദ്വേഷിച്ചു. പക്ഷെ ഏദോം എന്ന് പറഞ്ഞാൽ ഏശാവിന്റെ സന്തതിയാണ്, ആ രാജ്യമാണ്, ആ നേഷനാണ്. അപ്പോൾ ഇതൊരു നേഷനാണ് എന്ന് പറയാനായിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വന്നാലാണ് എനിക്ക് തോന്നുന്നത്. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 25-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. ഇസഹാക്ക് റിബേക്കായിൽ ഏശാവിനെയും യാക്കോബിനെയും ജനിപ്പിക്കുകയാണ്. അവർ ഇരട്ടയാണ്. അതിൽ ആദ്യം പുറത്തു വന്നത് ഏശാവാണ്. അപ്പോൾ അവിടെ പറയുന്ന വാക്കുകൾ, യഹോവ അവളോട്, 2 ജാതികൾ നിന്റെ ഗർഭത്തിൽ ഉണ്ട്, 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും, ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും, മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അരുളി ചെയ്തു. അപ്പോൾ ഇവിടെ ഏശാവ് എന്ന് പറയുന്നത് ഏദോമ്യ ജാതിയും യാക്കോബ് എന്ന് പറയുന്നത് ഇസ്രായേൽ ജാതിയെയുമാണ് കാണിക്കുന്നത്. 2 നേഷനാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പം ഞാൻ ഏശാവിനെ ദ്വേഷിച്ചു എന്ന് പറഞ്ഞാൽ ആ ഏശാവിൻ്റെ സന്തതി പരമ്പരയാകുന്ന ഏദോമില് യാക്കോബിന്റെ സന്തതി പരമ്പരയാകുന്ന ഇസ്രായേൽ എന്ന ജാതിയെ സേവിക്കും. എൻ്റെ പ്രത്യേകമായ ഒരു ഉദ്ദേശത്തിന് വേണ്ടി, സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി, ഫോർ മൈ സർവീസ്, നോട്ട് ഫോർ സാൽവേഷൻ. എന്നിട്ട് നമുക്ക് ദിനവൃത്താന്ത പുസ്തകം വായിക്കാം. ദിനവൃത്താന്ത പുസ്തകത്തിൽ അതിൻ്റെ 23-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഏദോമിനെ വെറുക്കരുത്. ആരാ ഏദോം? ഏശാവിന്റെ സന്തതി പരമ്പര. അപ്പം ഏശാവിനെ ഞാൻ വെറുക്കുന്നു, ദേഷിക്കുന്നു എന്ന് പറയുന്നത് ശരിക്കും ഹൃദയം കൊണ്ട് ഒരുവനോട് കയ്പുള്ള ദേഷ്യത്തെക്കുറിച്ചല്ല പറയുന്നത്. മറിച്ച് തൻ്റെ പർപ്പസിന് വേണ്ടി താൻ ഏശാവിനേക്കാൾ അധികം യാക്കോബിനെ പ്രിഫർ ചെയ്യുന്നു എന്നർത്ഥം. വ്യക്തിപരമായ ദേഷ്യമാണെങ്കിൽ ഇവിടെ പറയുകയാണ് ഏദോമിനെ വെറുക്കരുത് എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവൻ്റെ സന്തതി പരമ്പരയായ ആ ജാതിയെ നിങ്ങൾ വെറുക്കരുത്. അവൻ നിന്റെ സഹോദരനല്ലോ. ആരുടെ സഹോദരൻ? യാക്കോബിന്റെ സഹോദരനല്ലോ ഏശാവ്. അല്ലെ, ഇസ്രായേലിന്റെ സഹോദരനല്ലോ ഏദോമ്യർ. അവരെ വെറുക്കരുത്. മിസ്രൈമിനെ നീ വെറുക്കരുത്, നീ അവന്റെ ദേശത്ത് പരദേശിയായിരുന്നുവല്ലോ. എന്നിട്ട് പറയാം, 3-ാം തലമുറയായി അവർക്ക് ജനിക്കുന്ന മക്കൾ യഹോവയുടെ സഭയിൽ പ്രവേശിക്കാം. ദൈവത്തിന്റെ സഭയിൽ പ്രവേശിക്കാനുള്ള സ്പെഷ്യൽ പെർമിഷൻ ഏദോമ്യർക്ക് കൊടുത്തിരുന്നു. അപ്പോൾ അവിടെ വെറുക്കുന്നു എന്നത് ദൈവം മനഃപൂർവ്വമായി അവന് രക്ഷാബദ്ധത അടച്ചു കൊടുക്കുന്നു എന്ന അർത്ഥത്തിലല്ല, തൻ്റെ സ്പെഷ്യൽ പർപ്പസിനോടുള്ള ബന്ധത്തിൽ, തൻ്റെ സർവീസിനോടുള്ള ബന്ധത്തിലുള്ള പ്രിഫറൻസിൽ ദൈവം ഒരാളെക്കാൾ മറ്റൊരാളെ തൻ്റെ സർവീസിനായി തിരഞ്ഞെടുത്തത് കൊണ്ട്
മുന്നോട്ട് വരുമ്പോൾ അവൻ്റെ സഹോദരനാണല്ലോ ഏദോമ്യർ, അവനെ വെറുക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ വ്യക്തിപരമായിട്ട് ഏദോമ്യർക്ക് രക്ഷയുണ്ട്. ഇനിയിപ്പം നാം മറ്റൊരു കൂട്ടരെ കുറിച്ച് വായിക്കുന്നുണ്ട്, അമോര്യർ. അവരുടെ പാപം മുഴുത്തിട്ടില്ല. അബ്രഹാമിനോട് പറയുന്നുണ്ട്, 4-ാം തലമുറ ഇവിടേക്ക് വരും, അപ്പോഴാണ് അവരുടെ പാപം മുഴുക്കുന്നത്, അപ്പോൾ അമോന്യരെ ദൈവം നശിപ്പിക്കും. അതിൻ്റെ അർത്ഥം അമോന്യരിൽ വ്യക്തിപരമായ ഒരാൾക്കും രക്ഷയില്ലെന്നല്ല. ആ രാഷ്ട്രം എക്കാലത്തും ദൈവത്തിൻ്റെ ജനത്തോടും ദൈവത്തിൻ്റെ പദ്ധതിയോടും എതിർത്ത് നിന്നുകൊണ്ട് ആ ജാതിയോട് ദൈവത്തിന് ഒരു എന്തുണ്ടായിരുന്നു, നീരസമുണ്ടായിരുന്നു. അത് ഇസ്രായേലിനോടും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഇസ്രായേലിനെ പ്രവാസത്തിലേക്ക് അയച്ചതും ഇസ്രായേല് പിന്നീട് കർത്താവിനെ ക്രൂശിച്ച ശേഷം ലോകം മുഴുവനും അലഞ്ഞു നടന്നുമൊക്കെ. അപ്പം ദൈവത്തിന് ആ ജനത്തോട് നീരസമുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം അമോര്യരിൽ ആർക്കും ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ കഴിയത്തില്ലെന്നല്ല. വ്യക്തിപരമായ രക്ഷ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും ഉണ്ട്. എന്നാൽ ചില രാജ്യത്തോട് അവരുടെ ചില നിലപാടുകളും കാഠിന്യഹൃദയവും അവരുടെ ചില പാപവും അവരുടെ ദൈവത്തെ ദുഷിക്കുന്ന അവരുടെ നിലപാടുകളും കൊണ്ട് ആ ജാതിയെ പലപ്പോഴും കർത്താവ് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോഴും അവർക്ക് വ്യക്തിപരമായ രക്ഷ ഉണ്ട്. ഓക്കെ, അതാണ് ആ ഭാഗത്ത് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി അടുത്തത് നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് റോമാലേഖനത്തിലെ അതിൻ്റെ 9-ാമത്തെ അധ്യായത്തിൽ എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നും, എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നും. ഇത് രണ്ട് രീതിയിലും നമുക്ക് ചിന്തിക്കാം. അതായത് ഈ കരുണ തോന്നേണ്ടവനോട് ഞാൻ കോപം കാണിക്കുമെന്നും കോപം കാണിക്കേണ്ടവനോട് ഞാൻ കരുണ കാണിക്കുമെന്നല്ല പറയുന്നത്. കരുണ കാണിക്കേണ്ടവനോട് ഞാൻ കരുണ കാണിക്കാനും കനിവ് തോന്നണമെന്നുള്ളവരോട് കനിവ് തോന്നാനും കാഠിന്യപ്പെടുത്തണമെന്ന് ആഗ്രഹമുള്ളവരോട് കാഠിന്യപ്പെടുത്താൻ എനിക്ക് അധികാരമുണ്ടെന്ന് പറയുന്നത് തൻ്റെ പ്രത്യേകമായ തന്നിഷ്ടത്തിൽ ചെയ്യുന്ന കാര്യമായിട്ടല്ല അത് പറയുന്നത്. കരുണയ്ക്കായി ഒരുവൻ അപേക്ഷിച്ചാൽ അവനോട് കരുണ കാണിക്കാനും സ്വയം കഠിനപ്പെടുത്തുകയാണെങ്കിൽ അവനെ കാഠിന്യത്തിലേക്ക് തള്ളിവിടാനും എനിക്ക് അധികാരമുണ്ട്. അതാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ വെറുതെ കർത്താവ് കരുണ കാണിക്കുകയല്ല. അങ്ങനെ അതാണ് മോശയുടെയും ഫറവോൻ്റെയും കാര്യം പറയുന്നത്. മോശയുടെയും ഫറവോൻ്റെയും കാര്യം പറഞ്ഞ ശേഷം എനിക്ക് കരുണ തോന്നേണ്ടവനോട് കരുണ തോന്നണം, എനിക്ക് കഠിനപ്പെടുത്തണമെങ്കിൽ ഞാൻ അവനെ കാഠിന്യപ്പെടുത്തും. അത് ഫറവോൻ്റെ കാഠിന്യത്തെക്കുറിച്ചും മോശ കരുണയ്ക്കായി യാചിച്ചു, മോശയ്ക്ക് കരുണ ലഭിച്ചു. ഫറവോൻ ഹൃദയം ദൈവപ്രവൃത്തി കണ്ടിട്ടും കഠിനപ്പെടുത്തി, അപ്പോൾ ദൈവം കാഠിന്യമാക്കി. എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ലയോ? എനിക്ക് മുഖപക്ഷമില്ല. കാരണം ഒരുത്തനെ മനഃപൂർവ്വമല്ല കഠിനപ്പെടുത്തുന്നത്, ഒരുത്തനെ മനഃപൂർവ്വമല്ല കരുണ കാണിക്കുന്നത്. താഴ്മയുള്ളവർക്ക് കൃപ കൊടുക്കുന്നു. എനിക്ക് തോന്നിയവന് കൃപ കൊടുക്കുന്നല്ല, താഴ്മയുള്ളവന് കൃപ കൊടുക്കും. അപ്പം മോശ പറയുന്നുണ്ട്, നിന്റെ കൃപ എനിക്ക് വേണം. അവൻ കൃപയ്ക്കായി യാചിച്ചു, അപ്പോൾ അവനോട് ദൈവം കരുണ കാണിച്ചു. ഫറവോൻ സ്വയം കഠിനപ്പെടുത്തി, അപ്പോൾ അവനോട് ദൈവം കാഠിന്യം കാണിച്ചു. അല്ലാതെ മനസ്സുള്ളവരുടെ കരുണ തോന്നും, മനസ്സുള്ളവരെ കഠിനമാക്കും എന്നത് അവരുടെ റെസ്പോൺസുമായിട്ട് ബന്ധപ്പെട്ട് താൻ ചെയ്ത ഒരു കാര്യമാണ്. മുകളിൽ യാക്കോബിനോടും ഏശാവിനോടും കാണിക്കുന്നത് ഒരു രാജ്യമെന്ന തെരഞ്ഞെടുപ്പിനോടുള്ള ബന്ധത്തിൽ കാണിക്കുന്നതാണ്, അല്ലാതെ വ്യക്തിപരമായ രക്ഷയല്ല. എന്നാൽ മോശയോടും അഹരോനോടും കാണിക്കുന്നത് വ്യക്തിപരമായ കാര്യം കൂടെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്, പേഴ്സണലായ കാര്യം കൂടെ വരുന്നുണ്ട്. ആ പേഴ്സണലായ കാര്യം എന്താ? നമ്മളുടെ ദൈവത്തോടുള്ള പ്രതികരണത്തോടും കൂടെ ചേർന്നാണ് ദൈവം എന്ത് ചെയ്യുന്നത്? കരുണ കാണിക്കുന്നതും കാഠിന്യം കാണിക്കുന്നതും. നമുക്കത് മനസ്സിലാക്കാനായിട്ട് അതിലെ താഴത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. 20-ാമത്തെ വാക്യം, അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ? മെനഞ്ഞിരിക്കുന്നത് മെനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചു എന്ന് ചോദിക്കുമോ? അല്ല, കുശവന് അതേ പിണ്ടത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? അപ്പോൾ ഇവിടെ ദൈവം മാനപാത്രത്തെയും കോപപാത്രത്തെയും തൻ്റെ ഇഷ്ടപ്രകാരം സൃഷ്ടിക്കുന്നു. അങ്ങനെയല്ല. ദൈവം കുറേ പേരെ മാനത്തിന് കുറേ പേരെ അപമാനത്തിന് സൃഷ്ടിക്കുന്നു എന്നല്ല. ആ കളിമണ്ണ് എങ്ങനെയാണ് കുശവനോട് റെസ്പോണ്ട് ചെയ്യുന്നത്, അതിനനുസരിച്ച് അവരെ മാനത്തിനും അപമാനത്തിനും സൃഷ്ടിക്കാൻ അവന് അധികാരമുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം.
കാരണം ഈ യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലാണ് ഈ കുശവനും കളിമണ്ണും തമ്മിലുള്ള കാര്യം പറയുന്നത്. യെരമ്യാ 18 അധ്യായം വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും. യെരമ്യാ 18 നീ കുശവന്റെ വീട്ടിലേക്ക് എഴുന്നേറ്റ് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. 18 അതിൻ്റെ 3. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കൈ ചീത്തയായി പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. തനിക്ക് തോന്നിയതുപോലെ, കളിമണ്ണ് ചീത്തയായപ്പോൾ തോന്നിയതുപോലെ, അല്ലാതെ താൻ എടുത്തിട്ട് തനിക്ക് തോന്നിയതുപോലെയല്ല മറ്റൊരു പാത്രമാക്കി തീർത്തത്. ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ വേണ്ട, ഞാൻ വേറൊരു പാത്രം ഉണ്ടാക്കുന്നു പറഞ്ഞ് മനസ്സ് ചേഞ്ച് ചെയ്ത് മനം മാറി ഉണ്ടായതല്ല, അത് ചീത്തയായി. അപ്പോൾ നാം ദൈവം മുൻപാകെ വിശ്വസ്തരല്ലാത്തപ്പോൾ ആണ് ദൈവം നമ്മളോട് ഹൃദയം കാഠിന്യം കാണിക്കുന്നത്. ഇവിടെ മണ്ണാണ് ഡിസൈഡ് ചെയ്തത് അതിനെ കോപപാത്രമാക്കാൻ, അല്ലാതെ തൻ്റെ ഇഷ്ടത്തിൽ താൻ ഒരു പാത്രത്തെ എടുത്ത് കോപപാത്രമാക്കുകയല്ല. അപ്പോൾ തനിക്ക് തോന്നിയതുപോലെ, എപ്പോഴാ തോന്നിയതെന്നുള്ളതാണ്. തനിക്ക് തോന്നിയ പോലെ അവൻ മറ്റൊരു പാത്രമാക്കുകയല്ലായിരുന്നു, അത് ചീത്തയായപ്പോഴാണ്. കളിമണ്ണ് എങ്ങനെ റെസ്പോണ്ട് ചെയ്തോ അതിനനുസരിച്ചാണ് കുശവന്റെ ഹൃദയം പ്രവർത്തിച്ചത്. അപ്പൊ ചിലരോട് ദൈവം കാഠിന്യം കാണിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ കളിമണ്ണ് ചീത്തയായപ്പോൾ ഞാൻ അതിനെ മറ്റൊരു പാത്രമാക്കി, ഹൃദയ കാഠിന്യത്തിന് ഏൽപ്പിച്ചു കൊടുത്തു, കാഠിന്യമുള്ളൊരു പാത്രമാക്കി. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായെന്നാൽ, ഇസ്രായേൽ ഗ്രഹം, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ? യഹോവയുടെ അരുളപ്പാട്, ഇസ്രായേൽ ഗ്രഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിലിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ ജനം ദൈവത്തിന്റെ സന്നിധിയിൽ അവിശ്വസ്തരായപ്പോൾ ദൈവം അവരെ കാഠിന്യത്തിനേൽപ്പിച്ചു. മാനപാത്രമായി തീരേണ്ടവരെ ദൈവം കോപപാത്രമാക്കി തീർത്തു. അത് കർത്താവ് തന്നെ പറയുന്നുണ്ട്. ആ 18 അധ്യായം മുഴുവനും ദൈവം ഇസ്രായേലിനോട് ചെയ്യാൻ പോകുന്ന ആ ന്യായവിധിയെക്കുറിച്ചാണ്. 19 അധ്യായത്തിലും ദൈവം ഇതേ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, കളിമണ്ണ് വഷളായപ്പോൾ അതിൻ്റെ പ്രതികരണമായി അവൻ മറ്റൊരു പാത്രത്തെ, കോപപാത്രത്തെ ആ കളിമണ്ണ് കൊണ്ട് മാറ്റിയെടുക്കുകയാണ്. ഇസ്രായേൽ മാനപാത്രമായിരുന്ന, ദൈവമഹത്വം സൂക്ഷിക്കേണ്ട പാത്രമായിരുന്നു. പക്ഷേ അവർ ചീത്തയായപ്പോൾ ദൈവം പ്രവാചകനെ അയച്ചിട്ട് പറയണം, ഇതുപോലെ ഞാൻ നിങ്ങളെ മറ്റൊരു പാത്രമാക്കുവാൻ കുശവൻ അധികാരമുള്ളതുപോലെ ഞാൻ നിങ്ങളെ ന്യായവിധിക്കായി കാഠിന്യപാത്രമാക്കി മാറ്റുകയാണ്. അപ്പം അവർ കോപപാത്രമായത് അവരുടെ ചോയ്സാണ്. അപ്പം ഒരു വശത്ത് നമുക്ക് തോന്നിയതുപോലെ കുശവൻ ചെയ്തു എന്ന് തോന്നും. പക്ഷെ അതിൻ്റെ പിന്നിൽ കിടക്കുന്ന ഒരു ഘടകമുണ്ട്. അതെന്താണെന്നറിയാവോ? അത് കളിമണ്ണ് ചീത്തയായി എന്നുള്ള, കളിമണ്ണ് ചീത്തയായി. അപ്പോൾ തൻ്റെ ഇഷ്ടത്തിൽ കോപമാക്കുകയും തൻ്റെ ഇഷ്ടത്തിൽ മാനമാക്കുകയും ചെയ്യുകയല്ല, അവിശ്വസ്തമായപ്പോൾ അതിൻ്റെ ഫലമായി ദൈവം പ്രതികരിച്ചതാണ് കോപപാത്രവും മാനപാത്രവും. അപ്പോൾ നാം ഈ അധ്യായം വായിക്കുമ്പോൾ 2 കാര്യങ്ങൾ അന്തർലീനമായി കിടപ്പുണ്ട്. ഇത് സർവീസാണ്, സാൽവേഷൻ അല്ല. ഇത് പേഴ്സണൽ അല്ല, ഇത് നാഷണലാണ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഇതിൽ അന്തർലീനമായി കിടക്കുന്ന വ്യക്തിപരമായിട്ടുള്ള രക്ഷയും അന്തർലീനമായി കിടപ്പുണ്ട് എന്ന ഒരു വ്യാഖ്യാനം കൂടെ നമ്മൾ തിരിച്ചറിയണം. ഫറവോനെ താൻ കഠിനമാക്കി എന്നത് വ്യക്തിപരമാണ്. മോശയോട് കരുണ കാണിച്ചു എന്നത് വ്യക്തിപരമാണ്. എന്നാൽ യാക്കോബിനെ ഏശാവിനെ തെരഞ്ഞെടുത്തു എന്നത് വ്യക്തിപരമല്ല, അത് രാഷ്ട്രപരമാണ്. റോമാലേഖനം 9 അധ്യായത്തിന്റെ 24 വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ കോപപാത്രങ്ങളെ 9:24 തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാൻ ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങൾ അവൻ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു. കോപപാത്രങ്ങളെ സഹിച്ചു. അപ്പോൾ ദൈവം എല്ലാവർക്കും ഒരു ടൈം കൊടുക്കുന്നുണ്ട് മാനസാന്തരപ്പെടാൻ. ഫറവോനും കൊടുത്തു, അവൻ കഠിനപ്പെട്ടു. ഇസ്രായേലിന് കൊടുത്തു, അവർ കഠിനപ്പെട്ടു, അവർ ചീത്തയായി. അപ്പോൾ തനിക്ക് തോന്നിയതുപോലെ. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കരുത്, ദൈവം തോന്നിയതുപോലെ കുറേ പേരെ രക്ഷിക്കുന്നു, തോന്നിയതുപോലെ കുറേ പേരെ നരകത്തിനായി, തോന്നിയതുപോലെ കുറേ പേരെ സ്വർഗത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് റോമാലേഖനം 9 അധ്യായം കൊണ്ട് ഏശാവിൻ്റെ യാക്കോബിൻ്റെയും തെരഞ്ഞെടുപ്പ് കൊണ്ട് സ്ഥാപിക്കേണ്ടതല്ല.
അത് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പാണ്, വ്യക്തിപരമായ രക്ഷാ തെരഞ്ഞെടുപ്പല്ല. ഇനിയും 11-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇസ്രായേലിൽ ഒരു കൂട്ടം ജനം ശേഷിക്കുന്നു, അവർ രക്ഷിക്കപ്പെടും എന്ന് പറയുന്നുണ്ട്. ദൈവം റോമർ 11:2 ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. എന്നിട്ട് പറയുകയാണ് അതിൻ്റെ 5-ാമത്തെ കാലത്ത്, അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ഒരു ശേഷിപ്പുണ്ട്. ഇസ്രായേലിന് ദൈവം ഇപ്പോൾ അവരെ കാഠിന്യപ്പെടുത്തിയെങ്കിലും പിന്നത്തേതിൽ അവർ കർത്താവിനെ കണ്ടെത്തും. അപ്പം ഇസ്രായേലിൽ ഒരു കൂട്ടം ജനം ദൈവത്തെങ്കിലേക്ക് മടന്നു വന്ന് റീസ്റ്റോർ ചെയ്യപ്പെടും. അത് 1-ാം നൂറ്റാണ്ട് തൊട്ട് തന്നെ തുടങ്ങിയതാണ്. ഗലാത്യ സഭയും എഫസോ സഭയും അന്ത്യോക്യ സഭയും യെരുശലേം സഭയിലൊക്കെ എത്രയോ യഹൂദന്മാരുണ്ട്, എബ്രായ സഭയിൽ. അപ്പം ഈ അവസാന കാലത്ത് കുറേ യഹൂദന്മാരെ രക്ഷിക്കപ്പെടുത്തി സഭയിലേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് രക്ഷിക്കപ്പെടും. ഈ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം കൊണ്ട് അവരെ തള്ളിക്കളയുകയില്ല. അവരെ ദൈവം 15-ാം വാക്യത്തിൽ അവരുടെ ഭ്രംശം ലോകത്തിന് നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകാരണം മരിച്ചവരുടെ ഉയർപ്പിനെന്നല്ലാതെ എന്താകും? അപ്പോൾ ദൈവം അവരെ അംഗീകരിക്കുകയും അവരെ കൂടെ ചേർക്കുകയും അങ്ങനെ വിശുദ്ധന്മാരുടെ ഉയർപ്പ് അതോടുകൂടി ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ യഹൂദന്മാരും കൂടെ രക്ഷിക്കപ്പെട്ട് അവർക്ക് യാചനയുടെയും മനസ്താപത്തിൻ്റെയും ആത്മാവിനെ ദൈവം പകർന്ന് അവരും കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് അതിനുശേഷമാണ് ഉയർപ്പുണ്ടാകുന്നത്, കർത്താവിൻ്റെ വരവുണ്ടാകുന്നത്. അപ്പോൾ ഇപ്പോഴും യഹൂദന്മാരിൽ പലരും രക്ഷിക്കപ്പെടുന്നു. 1-ാം നൂറ്റാണ്ടിൽ യഹൂദന്മാരിൽ പലരും രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അവസാന കാലത്ത് ഒരു ശേഷിപ്പ് കർത്താവിനെ കണ്ടെത്തും. ഓക്കെ, അത് കുറെ പേരെ ഇങ്ങനെ ദൈവം മനഃപൂർവ്വമായി പിടിച്ച് കുറെ ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് ദൈവം മാനസാന്തരത്തിൻ്റെയും യാചനയുടെ ആത്മാവിനെ പകരുകയല്ല. ആ ദൈവപ്രവൃത്തി കാണുമ്പോൾ അന്ത്യകാലത്ത് നടക്കാൻ പോകുന്ന വലിയ പോരാട്ടങ്ങളുടെ നടുവിൽ ഇസ്രായേല് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ, ദൈവം അവർക്ക് യാചനയുടെ ആത്മാവിനെ കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കുന്നവർ ആണ് രക്ഷിക്കപ്പെടുന്നത്. അല്ലാതെ കുറെ ഇസ്രായേലിനെ ഒരു ശേഷിപ്പുണ്ടെന്ന് പറഞ്ഞ ആ ഒരു ശേഷിപ്പിനെ കർത്താവ് ഇങ്ങനെ ഇസ്രായേലിയർ മുഴുവനും രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞ് ഇസ്രായേലിനെ മുഴുവനും തൂത്തുവാരി കർത്താവ് സഭയിലേക്ക് കൊണ്ടുവരുന്നല്ല, രക്ഷയിലേക്ക് കൊണ്ടുവരുന്നല്ല അർത്ഥം. വിശ്വസിക്കുന്നവരായിരിക്കും രക്ഷിക്കപ്പെടുന്നത്. രക്ഷവിശ്വാസത്താല, രക്ഷകൃപയാല. ആ കൃപ സ്വീകരിക്കുന്നവർക്ക് രക്ഷയുള്ളൂ, അല്ലാതെ ദൈവം കുറെ പേരെ രക്ഷിക്കപ്പെടുത്തി എടുക്കുകയല്ല. അപ്പം ദൈവമക്കളായ നമുക്ക് മുന്നറിവിൽ മുൻനിർണയമുള്ളതുപോലെ ഇസ്രായേൽ മക്കൾക്കും ഒരു മുൻനിർണയമുണ്ട്. അവരിൽ ഒരു കൂട്ടർ രക്ഷിക്കപ്പെടും. ആ ശേഷിക്കുന്നുണ്ട്. അത് കർത്താവിന് മുന്നറിയാം. പക്ഷേ അത് അവരുടെ വിശ്വാസത്തിൽ, വ്യക്തിപരമായ വിശ്വാസത്താല. അപ്പോൾ ദൈവത്തോട് ട്യൂണ്ടായിരിക്കുന്ന, ദൈവപ്രവൃത്തിയോട് ട്യൂണ്ടായിരിക്കുന്ന, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതിന് വിധേയപ്പെടുന്ന, ഹൃദയം തുറക്കുന്ന ആരൊക്കെ ഇസ്രായേലിലുണ്ടോ അവരെല്ലാം രക്ഷിക്കപ്പെടുമെന്ന്. അല്ലാതെ കുറെ ഇസ്രായേലിനെ തന്റെ വാഗ്ദത്തം ഉള്ളതുകൊണ്ട് അവരെ ദൈവം മെക്കാനിക്കലായി തന്റെ സ്വന്തം ഇഷ്ടത്തിൽ അവരെ അങ്ങ് വേർതിരിക്കുമെന്നല്ല. അവരിൽ കഠിനപ്പെടുന്നവരുണ്ട്. ഈ ദൈവപ്രവൃത്തി കണ്ടിട്ടും ഈ പരിശുദ്ധാത്മാവിന്റെ പകർച്ച ഉണ്ടായാലും അവർ കൃത്യമെങ്കിലേക്ക് അവർ നോക്കിയാലും എല്ലാവരും മാനസാന്തരപ്പെടത്തില്ല. അപ്പം രക്ഷ വ്യക്തിപരമാണ്. അന്ത്യകാലത്ത് ഇസ്രായേലിൽ ഒരു ശേഷിപ്പ് മടങ്ങി വരുമെങ്കിൽ അവരുടെയും രക്ഷ വ്യക്തിപരമാ. അല്ലെ, അവരെ കർത്താവ് കുറെ പേരെ തെരഞ്ഞെടുത്ത് അവരുടെ ഇഷ്ടത്തിനും ഇച്ഛയ്ക്കും അപ്പുറമായിട്ട് തെരഞ്ഞെടുത്ത് തന്റെ വാഗ്ദത്തം നിറവേറ്റാനായിട്ട് വെച്ചിട്ടില്ല. ഇസ്രായേലിനെ ദൈവം ഒരു നേഷൻ എന്ന നിലയിൽ തന്റെ രക്ഷാപദ്ധതിക്ക് വിളിച്ചതിന്റെ പ്രിവിലേജ് ഉണ്ടെങ്കിലും രക്ഷ വ്യക്തിപരമായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇസ്രായേലിലുള്ള യഹൂദന്മാരിൽ ദൈവത്തോട് ആര് നിലവിളിക്കുന്നു, ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടിട്ട് ആര് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു, അവർ മാത്രമേ രക്ഷിക്കപ്പെടത്തുള്ളൂ. അല്ലാതെ വാഗ്ദത്ത നിവർത്തീകരണം എന്ന നിലയിൽ കുറെ ലക്ഷക്കണക്കിന് ഇസ്രായേൽ മക്കൾ അവസാനം രക്ഷിക്കപ്പെടുമെന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ മുൻനിർണയമുണ്ട്. പക്ഷേ ദൈവം അറിഞ്ഞു. ദൈവം ഞാൻ എന്താണ് ചെയ്യുന്നു എന്ന് അറിഞ്ഞ ശേഷമാണ് ദൈവം എന്നെ തെരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. എൻ്റെ റെസ്പോൺസ്, എൻ്റെ ചോയ്സ് എന്താണെന്ന് കണ്ടിട്ടാണ് ദൈവം എന്നെ തെരഞ്ഞെടുത്തത് ആദിയിലെ. കാരണം അവൻ ടൈമിന് അതീതനാണ്. ഹി ലീവ്സ് ഇൻ മൈ ഫ്യൂച്ചർ. എൻ്റെ നാളെയിൽ, എൻ്റെ ഇന്നിൽ ജീവിക്കുന്ന ദൈവം ഞാൻ ജീവിക്കുമ്പോൾ എന്താണ് തെരഞ്ഞെടുക്കുന്നത് അവൻ കണ്ടു. അപ്പോൾ എൻ്റെ തെരഞ്ഞെടുപ്പ് കണ്ട ശേഷമാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു വഴിയിൽ ലോജിക്കായിട്ട് പറഞ്ഞത്, ഇസ്രായേലിൽ ആരൊക്കെ കർത്താവിനെ തെരഞ്ഞെടുക്കുന്ന അവൻ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അവൻ കണ്ടു, നമ്മുടെ ചോയ്സ് എന്താണെന്ന് തീരുമാനിച്ചു, അതിന്റെ ഔട്ട്കം അവൻ നിർണയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം ആരെയും വ്യക്തിപരമായി കഠിനപ്പെടുത്തുകയും
കർത്താവ് ചിലരോട് പ്രത്യേകമായി കരുണ കാണിച്ച് കൊണ്ടുപോവുകയല്ല സ്വർഗത്തിലേക്ക്. നാം എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് മുന്നറിഞ്ഞ കർത്താവ് തൻ്റെ മുന്നറിവിൽ നമ്മെ നിർണയിച്ചിരിക്കുന്നു. ആ നിർണയം മാറ്റമില്ലാത്തതാണ്. പക്ഷേ അവർ വ്യക്തിപരമായിട്ടാണ് കർത്താവിനെ സ്വീകരിക്കുന്നത്. അവൻ മുന്നറിഞ്ഞതുകൊണ്ട് ആരും രക്ഷിക്കപ്പെടുന്നില്ല. ഒരു കാര്യം അവൻ അറിഞ്ഞു എന്നതല്ല എൻ്റെ രക്ഷയുടെ കാരണം. അവൻ അറിഞ്ഞത് ഞാൻ അവനെ വ്യക്തിപരമായി സ്വീകരിക്കുമെന്ന് അറിഞ്ഞതിൽ നിന്നാണ് അവൻ മുൻനിർണയിച്ചിരിക്കുന്നത്. അപ്പം റോമാലേഖനം 9 റോമാലേഖനം 11 തെറ്റിദ്ധാരണ പരത്തും. ഈ ഒരു ചിന്താധാര നാം അറിഞ്ഞിരുന്നാൽ നമുക്ക് അധികം തെറ്റില്ലാതെ ഈ വേദഭാഗം വ്യാഖ്യാനിക്കാൻ പറ്റും. അതുകൊണ്ട് ആ അധ്യായം അവസാനിക്കും ദൈവത്തിൻ്റെ ധനജ്ഞാന അറിവ് എന്നിവിടെ ആഴമേ. അപ്പോൾ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ്, ദൈവത്തിൻ്റെ മുന്നറിവ്, ദൈവത്തിൻ്റെ മുൻനിർണയം, ദൈവത്തിൻ്റെ സോവർണിറ്റി, ദൈവത്തിൻ്റെ ഡിഗ്രി, ഇവയെല്ലാം തൻ്റെ സ്വഭാവത്തോട് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ദൈവം സ്വേച്ഛാധിപതിയായി കാര്യങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ പരമാധികാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മറന്നു പോകരുത്, ദൈവം നീതിയുള്ളവനാ, ദൈവം പരിശുദ്ധനാ, ദൈവം സ്നേഹവാനാ. അവൻ വ്യാജം പറയുകയില്ല, അവനിൽ ഇരുട്ടൊട്ടുമില്ല. അതുകൊണ്ട് തൻ്റെ സ്വഭാവത്തോട് കോൺട്രഡിക്റ്റ് ചെയ്യുന്ന ഒരു കാര്യവും അവൻ ചെയ്യത്തില്ല. അവന് മുഖപക്ഷമില്ല. അതുകൊണ്ട് ദൈവം പരമാധികാരത്തിൽ സ്വേച്ഛാധിപതികളെ പോലെ കുറെ പേരെ രക്ഷിക്കപ്പെടുത്തി എടുക്കുകയും നരകത്തിലേക്ക് ഇടുകയും ചെയ്യില്ല. യു കാൻ ട്രസ്റ്റ് ഗോഡ്. അവൻ വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല. നമ്മൾ വെളിപ്പാട് പുസ്തകം 16 അധ്യായത്തിൽ ന്യായവിധിയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ ന്യായം വിധിക്കുമ്പോൾ ദൂതന്മാർ പറയുന്നൊരു കാര്യമുണ്ട്. 16:15 ദൈവം ന്യായം വിധിക്കുമ്പോൾ ദൂതന്മാർ പറയാണ്, അപ്പോൾ ജലാധിപതിയുടെ ദൂതൻ ഇവണ്ണം പറയുന്നത് ഞാൻ കേട്ടു, ഇരിക്കുന്നവനും ഇരുന്നവനുമായി പരിശുദ്ധനുമായുള്ളവേ, നീ ഇങ്ങനെ ന്യായം വിധിച്ചോണ്ട് നീ നീതിമാനാകുന്നു. അവൻ ഒരാളെയും അനീതിയോടെ ന്യായം വിധിക്കുകയല്ല. അവൻ അനീതിയില്ല. അപ്പൊ ന്യായം ഒരാളെ വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് വിധിക്കപ്പെടാൻ യോഗ്യമായതുകൊണ്ടാണ് ദൈവം അവനെ ന്യായം വെച്ചത്. നിന്നിൽ നീ നീതിമാനാകുന്നു. അപ്പം രാപകൽ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി പരിശുദ്ധൻ 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 എന്ന് വിളിക്കണമെങ്കിൽ അവർ രാവും പകലും അവനിൽ അനീതിയൊന്നും കാണുന്നില്ല. യെശയ്യാവ് കണ്ടത് അതേ നിലയിൽ യോഹന്നാൻ കാണുന്നുണ്ട്. അപ്പൊ യെശയ്യാവും യോഹന്നാനും തമ്മിലുള്ള ഇത്രയും വർഷത്തിന്റെ ഗ്യാപ്പിനിടയിൽ ആ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന വാക്ക് അവസാനിക്കുന്നില്ല. കാരണം അവർ എപ്പോഴും അവനെ കാണുന്നത് അവനുള്ള ഒരു അനീതിയും ഇല്ലാത്തവനായിട്ടാണ്. അതുകൊണ്ട് അവൻ ന്യായം വിധിച്ചപ്പോൾ നമ്മൾ നോക്കുകയോ ഇത്രയും ക്രൂരമായ ന്യായം വിധിക്കുന്ന ഇവൻ അന്യായക്കാരനാണ്. അല്ല, നീ ഇങ്ങനെ ന്യായം വിധിക്കുന്നതോട് നീ നീതിമാനാകുന്നു. ഒരു മനുഷ്യനെയും ദൈവം നരകത്തിലേക്ക് തന്റെ സ്വാർത്ഥതയിൽ ഇടുന്നില്ല. 6 വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം അവർ ചിഹ്നിച്ചതുകൊണ്ട് നീ അവർക്ക് രക്തം കുടിപ്പാൻ കൊടുത്തു, അതിന് അവർ യോഗ്യർ തന്നെ. 7 ഔവണ്ണ യാഗപീഠവും അതെ സർവശക്തിയുള്ള ദൈവമായ കർത്താവെ, നിന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. പ്രിയമുള്ളവരെ, ദൈവം വിശ്വസ്തനാണ്, സ്നേഹവാനാണ്, നിത്യനാണ്, നീതിമാനാണ്, പരിശുദ്ധനാണ്. തൻ്റെ സ്വഭാവത്തോട് കോൺട്രഡിക്റ്റ് ചെയ്തത് ഒന്നും അവൻ ചെയ്യത്തില്ല. റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ദയ നിന്നെ 4-ാം വാക്യം, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്ന നീ അറിയാതെ നിന്റെ ദയ അവന്റെ ദയ ക്ഷമ ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നീ നിരസിക്കുന്നത് കൊണ്ട് മാത്രമാണ് ന്യായം വിധിക്കുന്നത്. ന്യായം വിധിക്കപ്പെടുവാൻ അവർ യോഗ്യർ. നീ ഇങ്ങനെ ന്യായം വിധിച്ചതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ന്യായം വിധിക്കുന്ന ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ അവന്റെ ന്യായവിധി പോലും സ്തുത്യർഹമാകണമെങ്കിൽ അവനിൽ ഒരനീതിയില്ലെന്നല്ലേ. ഒരാള് ഭൂമിയിൽ ജഡ്ജ് ചെയ്യുകയാണ്, ലോകത്തെ ന്യായം വിധിക്കുക. ന്യായം വിധിക്കുന്നത് കണ്ടിട്ട് ദൂതന്മാര് ദൈവത്തെ സ്തുതിക്കുക. എക്സാക്ട്ലി നീ ന്യായം വിധിച്ചു, അവർ അതിന് യോഗ്യത കൊണ്ട്, നിന്നിൽ ഒരു അനീതിയുമില്ല, നീ നീതിയോടെ വിധിച്ചെന്ന് പറഞ്ഞ് അവനെ മഹത്വപ്പെടുത്തുക. അപ്പോൾ അവന്റെ നന്മകൾ മാത്രമല്ല സ്തുതിക്കപ്പെടുന്നത്, അവന്റെ മഹത്വം മാത്രമല്ല ആരാധിക്കപ്പെടുന്നത്, അവന്റെ സ്നേഹം മാത്രമല്ല പുകഴ്ത്തപ്പെടുന്നത്, അവന്റെ ന്യായവിധിയും പുകഴ്ത്തപ്പെടുന്നു. അത്രയും അനീതിയില്ലാത്തൊരു ദൈവം. അതുകൊണ്ടാണ് ഇൻ ഹിം ദർ ഈസ് നോ ഡാർക്ക്നെസ്, യു ക്യാൻ ട്രസ്റ്റ് ഹിം.
അപ്പോൾ റോമർ 2:4 അത് പറഞ്ഞിട്ട് 5-ാമത്തെ വാക്യത്തിൽ, എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കുന്നു. ഇത് നമ്മൾ ഓൾറെഡി വായിച്ചതാ. കോപം ചരതിച്ചു വെക്കുന്നത് നീ തന്നെയാണ്, നിനക്ക്, ദൈവമല്ല. അപ്പം ആരെങ്കിലും ന്യായവിധിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും ഹൃദയം കഠിനപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും രക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതെല്ലാം ദൈവം മെക്കാനിക്കലായി ചെയ്യുന്നതല്ല, തൻ്റെ തന്നിഷ്ടത്തിൽ ചെയ്യുന്നതല്ല, നീതിയോടെ ചെയ്യുന്നതാണ്. കരുണയ്ക്കായി യാചിച്ചാൽ കരുണ ലഭിക്കും. കഠിനപ്പെടാൻ സ്വയം ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം കഠിനത്തിനായി നിന്നെ വിട്ടുകൊടുക്കും. അതിന് മുകളിൽ 2-ാമത്തെ വാക്യത്തിൽ ആമുഖമായി പറയുന്നത് ദൈവത്തിൻ്റെ വിധി സത്യാനുസരണമായിരിക്കുന്നു എന്ന് നാം അറിയുന്നു. ദൈവം സത്യാനുസരണം മാത്രമേ വിധിക്കത്തുള്ളൂ. കുറെ പേരെ ദൈവം നരകത്തിലേക്കും കുറെ പേരെ സ്വർഗത്തിലേക്കും തൻ്റെ ഇഷ്ടത്തിൽ തിരഞ്ഞെടുക്കത്തില്ല. കാരണം ദൈവം സത്യാനുസരണമായി വിധിക്കുന്നു. ദൈവത്തിൻ്റെ വിധികൾ സത്യാനുസരണം. വെളിപ്പാട് ദൈവത്തിൻ്റെ ന്യായവിധി സത്യാനുസരണം. സോ ദൈവമക്കളെ, ഈ വേദഭാഗങ്ങളെല്ലാം വായിക്കുമ്പോൾ അവൻ്റെ ജ്ഞാനത്തോട് ആർക്ക് എതിർത്ത് നിൽക്കാം? അവൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. അവൻ തൻ്റെ പദ്ധതികളെല്ലാം ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളും ആ പദ്ധതിയിലേക്ക് എത്തിച്ചേരത്തുള്ളൂ. എവറിത്തിങ് വിൽ ഫിക്സ് ഇറ്റ്. പക്ഷേ അതെല്ലാം ഗ്ലോറിയസ് ആയിരിക്കും. ഒരാൾക്കും ദൈവത്തെ അപവാദം പറയാൻ, അവനിലൊരു അനീതി കണ്ടെത്താൻ ആർക്കും കഴിയാതെ വണ്ണമാണ് അവൻ തൻ്റെ എറ്റേണൽ പ്ലാൻ ഓൾറെഡി അവൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അവൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് അവൻ്റെ ഡിക്രിയാണ്, അവൻ്റെ വിധിയാണ്. ഇനിയും നടക്കുന്ന സകല സംഭവ വികാസങ്ങളും അതിനെ മാറ്റത്തില്ല. നമ്മൾ ഓൾറെഡി ഇതൊക്കെ പറഞ്ഞതാണ്. അതെല്ലാം, അതിൻ്റെ എല്ലാ ഔട്ട്കം അവൻ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ അന്ന് നാം അവൻ്റെ മുഖത്ത് നോക്കുമ്പോൾ നമുക്കറിയാം അവൻ ഈ ചെയ്തതെല്ലാം സ്നേഹം, സത്യം, നീതി, വിശുദ്ധി ഇവയോടെല്ലാം പരസ്പര പൂരകമായി വർത്തിച്ചുകൊണ്ട് തന്നെയാണ് അവനെല്ലാം ചെയ്തിട്ടുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ജ്ഞാനത്തെ സ്തുതിക്കാൻ, ധനത്തെ സ്തുതിക്കാൻ, അറിവിനെ സ്തുതിക്കാൻ, അവൻ്റെ വിശുദ്ധത്തെ സ്തുതിക്കാൻ കാരണമായി തീരട്ടെ. നമുക്ക് അനീതി എന്ന് തോന്നുന്ന പല കാര്യങ്ങളും അനീതി അല്ല. ദൈവത്തിന് എല്ലാം നീതിയുള്ള വിധി മാത്രമേ ഉള്ളൂ. സോ ട്രസ്റ്റ് ഗോഡ്, ഇൻ ഹിം ദർ ഈസ് നോ ഡാർക്ക്നെസ്. എത്ര അടുത്ത് ചെന്ന് നോക്കിയാലും ഒരു ഇരുട്ടിൻ്റെ, ഒരു ഡാർക്ക്നെസ്സിൻ്റെ ഒരു സ്പോട്ട് പോലും അവനില്ല. അതുകൊണ്ടാണ് ദൂതന്മാർ ആ പാട്ട് മാറാതെ പാടുന്നത്, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. എത്ര വർഷം കഴിഞ്ഞാലും അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നെങ്കിൽ അവരവരുടെ മുഖത്തേക്ക് നോക്കുന്നില്ല, എന്നാൽ അവൻ്റെ സന്നിധിയിൽ അവർ നിൽക്കുമ്പോൾ വേറൊന്നും ഉച്ചരിക്കാൻ കഴിയത്തില്ല. ബിക്കോസ് അവനിൽ അശുദ്ധിയില്ല. യെസ്, ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.